നമ്മൾ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ ചേഞ്ച് ആവുന്നത്. ഹലോ ഡിയേഴ്സ്, നിങ്ങൾ ഇപ്പം +1 ജോയിൻ ആയ ഒരു സ്റ്റുഡന്റ് ആണ്. പക്ഷെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒന്നും അങ്ങോട്ട് പല കോൺസെപ്റ്റുകളും മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി നന്നായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഞാൻ ആദ്യം തന്നെ നിങ്ങളെ പോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റിന്റെ കേസ് ഞാൻ ഇവിടെ കാണിക്കാം. നോക്കൂ നിങ്ങൾ ഈ ഒരു കേസ്. ഇവര് SLCയില് നിങ്ങളുടെ സമയത്ത് ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ A+ വളരെ കുറഞ്ഞ ഒരു വർഷമായിരുന്നു. പക്ഷെ മുൻ വർഷങ്ങളിൽ A+ വാരിക്കോരി കൊടുത്തിരുന്ന ഒരു സമയമാണ്. സ്കൂളിന്റെ വരാന്തയിൽ കരഞ്ഞിരുന്ന ഗോപാലട്ടന് വരെ A+ കിട്ടിയെന്നൊക്കെ ട്രോളുകൾ വന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെ വാരിക്കോരി കൊടുത്തിരുന്ന സമയത്ത് പോലും ഈ പയ്യന് 4 A+ ആയിരുന്നു. അതിനകത്ത് ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയാൽ ഒരു 4 A+ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും പിന്നീട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് കണ്ടോ, ഈ പയ്യനെ ഫിസിക്സിൽ റിവാലുവേഷൻ കൊടുത്തു A+ ആയി. നോക്കൂ നിങ്ങൾ. അവന് മാർക്ക് കുറവായിട്ട് അവൻ VHSCയിലായിരുന്നു ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം, VHSCയിലായിരുന്നു ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കെമിസ്ട്രിയിലോ അറൌണ്ട് ഫുൾ മാർക്കിന്റെ അടുത്ത് വന്നു. ബയോളജിയിലോ വീണ്ടും ആൾമോസ്റ്റ്, അതായത് 60-ലാണ്, ആൾമോസ്റ്റ് ഫുൾ മാർക്കിന്റെ അടുത്തെത്തി ബയോളജിയിൽ. പക്ഷെ മാത്സ് ഇവർക്ക് സ്കൂളിൽ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല. കാരണം VHSC എന്ന് പറഞ്ഞല്ലോ, അവർക്ക് ലാബ് റിലേറ്റഡ് സ്ട്രീം ആയിരുന്നു. അപ്പൊ ആദ്യം ഇവന് നീറ്റിനൊക്കെ പോകാൻ എന്നുള്ള രീതിയിലായിരുന്നു ബയോളജി റിലേറ്റഡ് സ്ട്രീം എടുത്തത്. പിന്നെ അവന് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് മാത്സ് കൂടി അവനെ എടുത്തു. മാത്സ് പുറത്തുനിന്ന് എഴുതായിരുന്നു, സ്കൂളിൽ പഠിപ്പിക്കില്ല, പുറത്തുനിന്ന് വേണമെങ്കിൽ മാത്സ് പഠിച്ചിട്ട് അങ്ങനെ എക്സാം എഴുതാം. അങ്ങനെ നമ്മുടെ ബാച്ചിൽ മാത്രം ജോയിൻ ആയി. വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് മാത്സ് പഠിച്ചിട്ട് പോലും നോക്കും മാത്സിൽ 45. സീരിയസ്നെസ് കൊടുത്ത് പഠിച്ചിരുന്നെങ്കിൽ മാത്സും അറൌണ്ട് ഫുൾ മാർക്ക് കിട്ടിയേനെ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ VHSC ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ചോയ്സ് മാറാം. ഇപ്പൊ അവൻ കമ്പ്യൂട്ടർ സയൻസിനാണ് പോകുന്നത്, ബിടെക്. അപ്പൊ മാത്സ് എടുത്തുകൊണ്ട് ഉപകാരമായി. അപ്പൊ അതാണ്, ചിലപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഭാവിയിൽ ബിടെക്കിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മാത്സ് എടുക്കുക, അല്ലെങ്കിൽ എക്കണോമിക്സ് വേറെ കോഴ്സൊക്കെ എടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും മാത്സ് ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പൊ അതുകൊണ്ട് VHSCയിൽ മാത്സ് ഇല്ലാത്തവരാണെങ്കിൽ മാത്സ് എടുക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് നിങ്ങൾ കണ്ടല്ലോ, ഈ പയ്യന്റെ കേസ്. ഇനി ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ ഞാനിപ്പം വളരെ ഷോർട്ട് ആക്കിയിട്ട് യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സ് ആക്കിയിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 3 മിനിറ്റ് വീഡിയോ ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ റിസൾട്ടുകളും ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് കൂടുതൽ കാണണമെങ്കിൽ ഈ ബട്ടണിൽ ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഒപ്പം ഈ ഒരു കേസും കൂടി ഞാൻ പറയാം. ഇത് അട്ടപ്പടലം ഫെയിലായി വന്നൊരു കേസാണ്. ആദ്യം ഫെയിലായി, പിന്നെ ഇവര് +2 ഫെയിലായിട്ട് പിന്നെ സേ എഴുതാം, എന്നിട്ട് അതിലും ഫെയിലായി. പിന്നീട് നമ്മുടെ ബാച്ചിനെ കുറിച്ച് അറിഞ്ഞ് പിന്നീട് ഫെയിലായവർക്ക് +1ഉം +2 ഒക്കെ പിന്നെ എഴുതേണ്ടി വരും രണ്ടാമതും. അപ്പൊ അങ്ങനെ +1 എഴുതിയപ്പോൾ തന്നെ ഇവർക്ക് ഡബിൾ പാസ് കിട്ടി. +2ലെ അറൌണ്ട് A+6 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ A+ ആയിരുന്നു 46-ലോട്ട് എന്ന് പറഞ്ഞാൽ ഫെയിലായി, വീണ്ടും ഫെയിലായി. അഡ്ഡപ്പടലും ഫെയിലായ സ്റ്റുഡൻസിന് പോലും A+നൊക്കെ അടുത്തെത്തിക്കാൻ നമുക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? കോഡുകളും ട്രിക്കുകളും ആക്കിയിട്ട് നമ്മൾ പഠിപ്പിച്ചോണ്ടാണ്. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ക്ലാസ് പോലെയല്ല നമ്മുടെ ക്ലാസ്സുകൾ. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. 77 36 70 70 45. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വരും. കമ്മ്യൂണിറ്റിയിലും ജോയിൻ ആകാൻ മറക്കരുത്. അപ്പം കാരണം അത്രയും സിമ്പിൾ ആക്കിയിട്ടാണ്, കോഡുകളും ട്രിക്കുകളും ആക്കിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.